എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മുന്നേ എനിക്ക് അയച്ചു തന്നതാണ്. ഇപ്പോഴാണ് ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്നത്. എത്ര മനോഹരമായ ഒരു അനുഭവമാണ് മിസ്സായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാന്റെ സാമീപ്യം, സാന്നിധ്യം, സാന്ത്വനം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്ന് ഈ അനുഭവത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല കുറച്ച് വലുതാക്കി എഴുതി അയച്ചു തന്നാണ്. അതുകൊണ്ട് വായിക്കാനും നല്ല സുഖമുണ്ട്. എഴുതി അയക്കുന്നവർ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് വലുതാക്കിയിട്ട് എഴുതി അയക്കുക. ടൈപ്പ് ചെയ്ത് അയക്കുന്നവർ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പം നമുക്ക് വേഗം കേൾക്കാം, കൃഷ്ണാനുഭവത്തിലേക്ക് കടക്കാം. ഈ ഞായറാഴ്ച ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാറിന് ഞാൻ കൊല്ലത്ത് നിന്നാണ്. ഈ അനുഭവം ഞാൻ കൃഷ്ണാഷ്ടമിക്ക് മുൻപ് എഴുതി അയച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇതുവരെ വായിച്ചില്ല. ഞാൻ ഭഗവാന് കൊടുത്ത വാക്കാണ് ഇത് ത്രിമധുരത്തിൽ പറയാമെന്ന്. ഞാനും അതിലെ ഒരു അംഗമാണ് കേട്ടോ. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാ വർഷവും അദ്ദേഹം ലീവിന് വരുമ്പോൾ 2-3 ദിവസം ഗുരുവായൂർ പോയിട്ട് തങ്ങാറുണ്ട്. അതിനു മുൻപ് പലപ്പോഴും പോവുകയായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ ഒരു ദിവസത്തെ യാത്രയാണ്. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കാം. എൻ്റെ ഭർത്താവിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതിനൊക്കെ മുടങ്ങാതെ മരുന്ന് കഴിക്കുന്നുണ്ട്. ലീവിന് വരുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും. മരുന്നുകൾ തുടരും. ഈ കഴിഞ്ഞ വർഷം 2024 അദ്ദേഹം നാട്ടിലെത്തി. ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനിൽ കൂടി പ്രോട്ടീൻ ധാരാളമായി പോകുന്നതായിട്ട് കണ്ടെത്തി. സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ 1-2 ടെസ്റ്റ് കൂടി ചെയ്യിച്ചിട്ട് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ജൂനിയർ ഡോക്ടറെയും പിന്നീട് HODയെയും കണ്ടു. വീണ്ടും കുറച്ച് ടെസ്റ്റുകൾ നടത്തിയ ശേഷം അവർ കിഡ്നി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്താണ് പ്രശ്നം എന്നറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളും പറഞ്ഞു തന്നു. 2 ദിവസം കഴിഞ്ഞ് വന്ന് അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നു. മറ്റൊരു ഡോക്ടറുടെ അഭിപ്രായം കൂടി അറിയാൻ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ എൻ്റെ സഹോദരൻ്റെ മകൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയും എൻഡോക്രിൻ വിഭാഗത്തിലെത്തി. പരിശോധനകൾ കഴിഞ്ഞ് അവരും ബയോപ്സി തന്നെ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സമയമായി. അടുത്ത തവണ വരുമ്പോൾ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ മാനസികമായി ആകെ തകർന്നിരുന്നു കേട്ടോ. ഏക ആശ്രയം ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രമാണ്. എന്നും രാവിലെ 4 മണിക്ക് ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവാന് മാല കെട്ടി സഹസ്രനാമം ജപിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൂടെയുണ്ട് എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ 2025 ഏപ്രിൽ മാസം അദ്ദേഹം വീണ്ടും വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗുരുവായൂരിൽ പോയി. 3 ദിവസം നിന്ന് ഭഗവാനെ തൊഴുതു മടങ്ങി. അഥവാ ബയോപ്സി കഴിഞ്ഞാൽ പെട്ടെന്ന് യാത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകാൻ തയ്യാറായി. സഹോദരൻ്റെ മകൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. അന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു. രാവിലെ ഞാൻ മാല കെട്ടി സഹസ്രനാമം ജപിക്കുമ്പോൾ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ത്രിമധുരത്തിലെ ഭഗവാന്റെ ഉച്ചപൂജാലങ്കാരം എഴുതി. മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ കണ്ണ, നീ ധന്വന്തരി മൂർത്തിയല്ലേ? അങ്ങേക്കറിയാമല്ലോ അദ്ദേഹത്തിന് എന്താണ് പ്രശ്നമെന്ന്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ബയോപ്സി ചെയ്യിക്കല്ലേ കണ്ണ. ഇന്ന് നീ തന്നെ വരണേ ഡോക്ടറായിട്ട്. ഉച്ചപൂജാലങ്കാരവും ഞാൻ ധന്വന്തരി മൂർത്തി എന്നാണ് എഴുതിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവും സഹോദരൻ്റെ മകനും കൂടി ഡോക്ടറെ കാണാൻ പോയി. 10-15 മിനിറ്റ് കഴിഞ്ഞ് 2 പേരും പുറത്തു വന്നു. എൻ്റെ സഹോദരൻ്റെ മകൻ എന്നോട് പറഞ്ഞു: അപ്പോൾ ഇന്ന് HOD മോഹൻദാസ് സാർ ഉണ്ടായിരുന്നു. മാമൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ടുള്ള പ്രോട്ടീൻ പോക്കാണ്, പേടിക്കാനൊന്നുമില്ല, ബയോപ്സിയെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല എന്ന്. ഞാൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയിട്ടോ. പിന്നെ കുറേ കരഞ്ഞു. എനിക്കറിയാം ഇന്ന് ഡോക്ടർ സാറിൻ്റെ രൂപത്തിൽ അവിടുന്ന് എത്തിയത് എൻ്റെ കണ്ണനാണെന്ന്. അല്ലാതെ ആർക്കും ഇത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പിന്നീട് വീണ്ടും ഞങ്ങൾ അഷ്ടമി രോഹിണിക്ക് ഗുരുവായൂർ പോയി. അദ്ദേഹം ശയന പ്രദക്ഷിണ നേർച്ചയുണ്ടായിരുന്നു, അത് നടത്തി. പിറന്നാൾ സദ്യ ഉണ്ട് മടങ്ങുമ്പോൾ മകൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു: ത്രിമധുരത്തിലെ സമ്മാനം എത്തിയിട്ടുണ്ട്. ഭഗവാൻ പശുക്കിടാവുമായി നിൽക്കുന്ന മനോഹരമായ രൂപമാണ്. ഹരേ കൃഷ്ണ. സ്നേഹപൂർവ്വം ബീന. കത്ത് കുറച്ച് വലുതാണ് സാർ, ഇത് വായിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ മതി. ഇതിലെവിടെയാ ചുരുക്കാൻ? ഒന്നും ചുരുക്കാനില്ല അല്ലേ? ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാൻ തന്നെയല്ലേ ആ ഡോക്ടറെ രൂപത്തിൽ വന്നത്? ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഡോക്ടർമാരെയൊക്കെ അങ്ങനെ തന്നെ കാണണം. നമ്മൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുകയാണ് നമ്മളുടെ അസുഖമൊക്കെ മാറ്റിത്തരാനല്ലേ. ഭഗവാന്റെ ഒരു കരസ്പർശം അവരുടെ കയ്യിലുണ്ട്. എല്ലാവരും 99% ആളുകളും ആ രീതിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിട്ട് വെക്കുക. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ്, അവർ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരാൻ പറ്റുക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളും ഉണ്ട്. ഹരേ കൃഷ്ണ.